ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഈസ്റ്റ് ഹാമിലേക്കും സ്ട്രാറ്റ്ഫോർഡിലേക്കും പോകാൻ വേണ്ടിയിട്ട് ലണ്ടനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈസ്റ്റ് ഹാമിലേക്ക് ഞാൻ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് എടുത്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് വ്ളോഗ് എടുക്കുന്നത്. ഇതൊരു മിനി സൗത്ത് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ ധാരാളം സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പിന്നെ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ ടെമ്പിളിലും പോകണം. അത് കഴിഞ്ഞിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ട്രാറ്റ്ഫോർഡിൽ പോകും. അവിടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സ്ട്രാറ്റ്ഫോർഡിലത്തെ വ്ളോഗിനെ മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ഇന്നൊന്നും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ട്യൂബ് സ്റ്റേഷനിലാണ്. ട്രെയിനിന്റെ ശബ്ദമുണ്ട്. എന്തായാലും നമുക്കിനി പുറത്തിറങ്ങിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഈസ്റ്റ് ഹാമിലെത്തി. ഈസ്റ്റ് ഹാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മിനി സൗത്ത് ഇന്ത്യ പോലെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ എവിടെയോ നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുക കേട്ടോ. ഒരു തമിഴ്നാട്ടിലൊക്കെ പോയ പോലെയാണ് മെയിനായിട്ട് ഫീൽ ചെയ്യാറ്. ഇവിടെ ഉള്ള മിക്ക കടകളുടെയും ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാണുന്നത് ഇന്ത്യൻസിനെ തന്നെ ആയിരിക്കും. ഈസ്റ്റ് ഹാമിൽ അമ്പലത്തിൽ പോയി ടെമ്പിൾ തൊഴുതു. അത് കഴിഞ്ഞിട്ട് മഹാലക്ഷ്മി ടെമ്പിളാണ്. കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി. ഇനി നമ്മൾ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ എവിടുന്ന് കയറണം എന്നിവിടെ ധാരാളം ഓപ്ഷൻസാണ്. ഏത് വേണം എന്ന് ആലോചിക്കാനായിരുന്നു കുറച്ച് പാട്. എല്ലാ സൗത്ത് ഇന്ത്യൻ ഏത് സ്റ്റേറ്റിലെ വേണമെങ്കിലും നമുക്ക് പോവാം. ഞങ്ങളിപ്പോൾ ശരവണ ഭവനിൽ പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ 3 minutes വാക്ക് ഉണ്ട് അമ്പലത്തിൽ നിന്ന് ശരവണ ഭവനിലേക്ക്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് ഉഗാദിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഉഗാദി സെലിബ്രേറ്റ് ചെയ്യുന്നവർക്കൊക്കെ. എന്തായാലും അതുകൊണ്ട് അമ്പലത്തിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ഒന്ന് ഉഗാദിയാണെന്ന്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ശരവണ ഭവനിൽ എത്തിയിട്ട് നന്നായിട്ട് വിശക്കുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കുക. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒന്നൊരു 11 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. എന്തായാലും നന്നായിട്ട് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. പിന്നെ ഈസ്റ്റ് ഹാമിൽ ഞാൻ അധികം നേരം ഫോണെ ഓർത്തെടുക്കുന്നില്ല. ഇവിടെ കുറച്ച് റോബറിയുടെ ഒക്കെ പ്രശ്നമുണ്ട്. ശ്രദ്ധിക്കണം. അങ്ങനെ ഞങ്ങൾ ശരവണഭവൻ കണ്ടുപിടിച്ചു. ഈ ഹോട്ടൽസിൻ്റെയും ഷോപ്സിൻ്റെയൊക്കെ മുകളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ വീടുകൾ, അതായത് അക്കോമഡേഷൻസ് കാണാൻ പറ്റും. ഈസ്റ്റ് ഹാമിൽ ഞാൻ മുമ്പ് പല സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ശരവണ ഭവനിൽ ആദ്യമായിട്ടാണ്. ആദ്യം തന്നെ ഞങ്ങൾ തൈര് വടയും സാമ്പാർ വടയൊക്കെ ഓർഡർ ചെയ്തു. സാമ്പാർ വട എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മസാല ദോശ, ഇത് ചില്ലി ചീസ് പനീർ മസാല ദോശയായിരുന്നു, അത് ഓർഡർ ചെയ്തു. പിന്നെ ചന്ന ഭട്ടൂര ഓർഡർ ചെയ്തു. 2 പേരുള്ളത് കൊണ്ട് തന്നെ പല ഐറ്റംസും പറഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ. പിന്നെ ഫൈനലി ഗുലാബ് ജാമുനും കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ നല്ലതായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. നമുക്ക് ട്രഡീഷണൽ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈസ്റ്റ് ഹാമിലേക്ക് വന്നാൽ മതി. ഇവിടെ ഒരുപാട് നല്ല നല്ല ഷോപ്പുകളുണ്ട്. പിന്നെ ഇവിടെ കുറേ ഇന്ത്യൻ ഗ്രോസറി ഷോപ്സും ഉണ്ട്. ഈ ശക്തി സ്റ്റോറിൽ വന്നിട്ട് ഞാൻ ഒരുപാട് തവണ ഇന്ത്യൻ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇന്ന് കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. പക്ഷേ എൻ്റെ ഫേവറേറ്റ് കടലമിഠായി അത് മേടിച്ചു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വല്ലപ്പോഴൊക്കെ വല്ല ഇന്ത്യൻ സ്റ്റോറിലും വരുമ്പോഴേ ഇപ്പോൾ ഇതൊക്കെ കഴിക്കാൻ പറ്റാറുള്ളൂ. അതുകൊണ്ട് സ്നാക്സോ മിക്സ്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഇവിടെ ധാരാളം ഇൻസ്റ്റൻറ്റ് കറി പൗഡറുകളും പാക്കുകളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. അപ്പോൾ എന്തും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും വേണ്ട. നമുക്ക് കുറച്ച് സ്നാക്സ് മിക്സ്ചറും കടലമിഠായിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസ് മേടിക്കണമെങ്കിലും ഈസ്റ്റ് ഹാമിലോട്ട് വരാം. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ഫുഡും കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാം. അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഈസ്റ്റ് ഹാം. അങ്ങനെ വയറൊക്കെ നിറച്ച് ഞങ്ങൾ സ്ട്രാറ്റ്ഫോർഡിലേക്ക് പോവുകയാണ്. ഇനി ഷോപ്പിംഗ് ടൈമാണ്. ഇപ്പോൾ ഈസ്റ്റ് ഹാം ടു സ്ട്രാറ്റ്ഫോർഡ് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. പെട്ടെന്ന് എത്തും. ബസ്സിലാണ് പോയത്. ഇപ്പോൾ സ്ട്രാറ്റ്ഫോർഡിലെത്തി ഫൈനലി. സ്ട്രാറ്റ്ഫോർഡ് സ്റ്റേഷനും വെസ്റ്റ് ഫീൽഡ് മാളൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾ വെസ്റ്റ് ഫീൽഡ് മാളിനകത്തേക്കാണ് പോണേ. ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. എനിക്ക് ഈ സ്ട്രാറ്റ്ഫോർഡിലേക്ക് വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഷോപ്പിങ്ങിന് വരാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇവിടെ ഭയങ്കര വൈബ്രൻ്റ് ആണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. പൊതുവേ വെസ്റ്റ് ഫീൽഡിൽ എപ്പോഴും നല്ല തിരക്കാണ്. ഇപ്പം നമ്മൾ സ്ട്രാറ്റ്ഫോർഡ് വെസ്റ്റ് ഫീൽഡ് മോളിലാണ്. ഞാൻ കഴിഞ്ഞൊരു നവംബറിൽ ഇവിടെ വന്നിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് കുഷാലയുടെ ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടിനും കൂടെ വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം, ഈ മാസം എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ഏപ്രിലാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ പൊതുവെ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്വയം എനിക്ക് ഗിഫ്റ്റ് ഒന്നും ചെയ്യാറില്ല. പക്ഷെ അല്ലാണ്ട് എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടയ്ക്ക് എനിക്ക് ഡ്രസ്സ് ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് വേണ്ടിയിട്ട് ഇതുവരെ ഒന്നും മേടിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതെന്തായാലും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് എന്തായാലും സ്വയം ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് സ്ട്രാറ്റ്ഫോർഡ് വന്നിട്ട് എനിക്കിവിടെ ഷോപ്പിങ്ങിന് വരാൻ ഭയങ്കര ഇഷ്ടമാണ്.
ഞാനിപ്പോൾ 5 മാസം മുമ്പാണ് ലാസ്റ്റ് ഇവിടെ വന്നത്. അപ്പൊ ഇപ്പൊ എന്തായാലും ഇവിടെ നിന്ന് തന്നെ വന്നിട്ട് ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ സാറയിലും H&M-ഉം എല്ലാം ഉണ്ട്. അപ്പൊ സാറയിലും ഒന്ന് കയറി നോക്കാം, H&M-ലും എല്ലാവരുടെയും കയറി നോക്കാം. എവിടെ നിന്നാണോ ഇഷ്ടപ്പെടുന്നത് അത് മേടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഡ്രസ്സാണ് ഞാനിപ്പോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ എടുക്കണം. സോ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ അല്ല കേട്ടോ, ഇന്ന് ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ സ്വയം എനിക്ക് ഗിഫ്റ്റ് മേടിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങളും ഇതുപോലെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ബർത്ത്ഡേക്ക് സ്വയം ഒരു ഗിഫ്റ്റ് കൊടുക്കുക. ജസ്റ്റ് സ്വന്തമായിട്ട് നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ മേടിക്കുക, ബർത്ത്ഡേക്ക് പ്രത്യേകിച്ച്. നമുക്ക് അതായത് H&M-ലും പിന്നെ വേറെ മോളിൽ നല്ലൊരു ഷോപ്പുണ്ട്, അവിടെയും ഒന്നും എനിക്ക് പേര് ഓർമ്മയില്ല അതിന്റെ, ബട്ട് അത് നല്ല ഡ്രസ്സസ് കിട്ടും. അപ്പൊ അവിടെയൊക്കെ ഒന്ന് കയറിയിട്ട് എവിടെയാണോ ബെറ്റർ ഓപ്ഷൻ, ബെറ്റർ ഡ്രസ്സ് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് നമുക്കത് എടുക്കാം. ഒത്തിരി കളക്ഷൻ ഉണ്ട്, പക്ഷെ എനിക്കൊന്നും അങ്ങോട്ടൊരു സ്പാർക്ക് അടിച്ചില്ല. എല്ലാം ഒരു ഓഫ് വൈറ്റ് ബ്ലൂ കൈൻഡ് ഓഫ് കളേഴ്സ് ആണ് മിക്കതിനും. പക്ഷെ ഓഫ് വൈറ്റിലൊക്കെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് കൊള്ളാം, ദിസ് ഇസ് നൈസ്. യു ലൈക്ക് ഇറ്റ്? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കട്ടെ. ഞങ്ങൾ H&M-ൽ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ അതേ ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ കൂടെ നടക്കുകയാണ്. ഇവിടെ ഒരു ഇന്ത്യൻ ഇൻഡിഗോ എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് സ്റ്റോളൊക്കെ ഉണ്ട്. ഇവിടുത്തെ നല്ല ഫുഡാണ്. ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളായതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും ഇവിടുന്ന് കഴിച്ചില്ല. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരു മസാജ് ചെയ്യുന്ന ഒരു സ്ഥലം കണ്ടു കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ അവർ മസാജൊക്കെ ആൾക്കാരൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊന്ന് ചെയ്യാൻ തോന്നി. നാട്ടിലാവുമ്പോൾ ഞാൻ ഇടയ്ക്ക് സ്പാ ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊരു മസാജൊക്കെ ചെയ്തു തരും, നമ്മുടെ തലയിലും ഹിപ്പ് വരെയൊക്കെ ചെയ്തു തരും. നല്ല സുഖമാണ്. അപ്പോൾ അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. വാവെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും നല്ലൊരു എബവ് ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. മസാജൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സാറയിലേക്ക് തന്നെ പോയി. വന്ന ഉടനെ ഞാൻ ആദ്യം കയറിയത് സാറയിലായിരുന്നു. എന്നിട്ട് 2 ഡ്രസ്സ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് H&M-ലൊക്കെ പോയത്. വെസ്റ്റ് ഫീൽഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഡ്രസ്സ് മേടിക്കാനായിട്ട്. പക്ഷെ എനിക്ക് സാറയത്തെയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. ബാക്കി ചിലതൊന്നും എനിക്കങ്ങനെ വർത്ത് ദ മണിയായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ സാറയിൽ കണ്ടുവച്ച 2 ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ഞാനിത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മാസം മുമ്പ് തന്നെ മനസ്സിലങ്ങനെ വിചാരിച്ചിരുന്നു, ഇപ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി സ്പെഷ്യലാണ്. സോ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സാറയിൽ നിന്ന് തന്നെ ഒരു ഡ്രസ്സ് എടുക്കാം എന്ന് ഞാൻ ഓൾറെഡി മനസ്സിലിങ്ങനെ വിചാരിച്ചു. നടക്കുമെന്നൊന്നും അറിഞ്ഞിരുന്നില്ല, പക്ഷെ എന്തായാലും നടന്നു അത്. ഞാനിപ്പോൾ സാറയുടെ ട്രയൽ റൂമിലാണ്. ഞാനിങ്ങനെ കുറച്ച് ഡ്രസ്സുകൾ ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് 2 എണ്ണം ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചാൽ വന്നേ. പിന്നെ എനിക്ക് തോന്നി ഒരെണ്ണത്തിനും അത്ര എക്സ്പെൻസീവ് അല്ല, ഞാൻ വിചാരിച്ച അത്ര എക്സ്പെൻസീവ് അല്ല. പൊതുവേ സാറ ഇസ് വെരി എക്സ്പെൻസീവ്. പക്ഷെ ഇന്ന് എന്താ അറിയില്ല, ഇന്ന് എനിക്ക് വലിയൊരു കുഴപ്പം തോന്നിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ 2 ഡ്രസ്സ് എടുക്കുന്നുണ്ട്. 2 നല്ല ടോപ്പ് എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി, എൻ്റെ ഇത് ഇല്ലാത്തതായിട്ട് തോന്നി, ഇല്ലാത്ത ടൈപ്പായിട്ട് തോന്നി. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കാണിച്ചു തരാം, ഇത് 2 ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ അത് 2 ഞാൻ എടുക്കുവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വൺസ് ഇൻ എ വൈൽ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലൊരു ഡ്രസ്സ് മേടിക്കുന്നതിൽ പല ആളുകൾക്ക് റിഗ്രറ്റ് ഉണ്ട്. ഞാൻ എനിക്ക് വേണ്ടി എന്തിനാ മേടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്യും, നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യില്ല. അങ്ങനെ ഒരിക്കലും ആവരുത്. നമുക്ക് വേണ്ടിയിട്ടും കാര്യങ്ങൾ ചെയ്യണം. നമ്മളെപ്പോഴും വൺസ് ഇൻ എ വൈലൊക്കെ നമുക്ക് വേണ്ടിയിട്ട് സംഭവങ്ങൾ, സാധനങ്ങൾ മേടിക്കുന്നതിനോ, അപ്പം ഡ്രസ്സായാലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായാലും അതൊരിക്കലും മോശമല്ല. നമുക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. പിന്നെ എന്തിനാ നമ്മൾ പണിയൊക്കെ എടുക്കുന്നത്? ഓക്കെ, സോ അതുകൊണ്ട് വിത്ത് ദാറ്റ് നോട്ട് ഞാൻ എന്തായാലും എൻ്റെ 2 ഡ്രസ്സുകൾ എടുക്കുവാണ്. പിന്നെ ഇവിടെ സാറയിൽ നല്ല പെർഫ്യൂംസ് ഉണ്ട്. അപ്പം ഞാൻ ഒരു പെർഫ്യൂമും എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരെണ്ണം മേടിക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. ഇതുവരെ മേടിക്കാൻ നല്ല ഒരെണ്ണം മേടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതും ഒരെണ്ണം മേടിക്കാം. ഓക്കെ, അപ്പോൾ പെർഫ്യൂം നോക്കാൻ ഇനി അടുത്തത് പോയിട്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഇവിടുത്തെ സാറയുടെ ട്രയൽ റൂമും സെറ്റപ്പ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഭയങ്കര ഡ്രസ്സൊക്കെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള, സാറ പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളി മെറ്റീരിയൽസ് ആണ്. നല്ല എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്നാലും സംഭവം ഭയങ്കര വർത്ത് ഇറ്റ് ആണ്. പെർഫ്യൂം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പല ഫ്രാഗ്രൻസും ഉണ്ട്. ഇത് കാശ്മീർ റോസ് എന്ന് പറഞ്ഞൊരെണ്ണമാണ്. ഇറ്റ്സ് നൈസ്, എല്ലാം കൊള്ളാം. നല്ലൊരു മൈൽഡാണ്. എനിക്കിങ്ങനെ കുത്തുന്ന മണം എനിക്കിഷ്ടമല്ല. നല്ലൊരു
നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മൈൽഡ് ആയിട്ടുള്ള കുത്താത്ത ഒരു നല്ല മണം. അപ്പോൾ ഇത് നമുക്ക് മേടിക്കാം. ഇനി വേറെയും ഫ്രാഗ്രൻസുകൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഏതാ ബെറ്റർ എന്ന് നോക്കിയിട്ട് ഒരെണ്ണം എടുക്കാം. നേരത്തെ കാണിച്ച പെർഫ്യൂം ഞാൻ എടുത്തില്ല. അവിടെയുള്ള എല്ലാ ഫ്രാഗ്രൻസും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അവസാനം ബ്രീസി റോസ് എന്ന് പറഞ്ഞൊരു ഫ്രാഗ്രൻസ് കണ്ടു. അതാണ് എനിക്കൊന്നും കൂടെ ഇഷ്ടപ്പെട്ടത്. സോ ഞാൻ അതെടുത്തു. അങ്ങനെ ബർത്ത്ഡേ ഷോപ്പിംഗ് കഴിഞ്ഞു, സാധനം മേടിച്ചിട്ടുണ്ട്. കവർ വലുതാണ്, പക്ഷെ ഇതിൽ കുറച്ച് 2 ഡ്രസ് ടോപ്പും 2 കുഞ്ഞു ടോപ്പും ഒരു പെർഫ്യൂമും മാത്രമേ ഉള്ളൂ. എന്തായാലും അത് അത്യാവശ്യം നല്ലൊരു പർച്ചേസ് ആയിരുന്നു. എന്തായാലും കഴിഞ്ഞു. ഇനി ഇത് ഇട്ടിട്ട് ഞാൻ ബർത്ത്ഡേക്ക് ഇവിടെ എന്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വ്ളോഗും എടുക്കുന്നൊന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ല ടയേർഡ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട്ഫുഡിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങി തിരിച്ചു പോകും. ഓക്കെ. സാറയിൽ നിന്ന് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രൈമാർക്കിൽ ഒന്ന് കയറി. ഇതെനിക്ക് കുശാല ഗിഫ്റ്റ് ചെയ്തതാണ്. ഒരു ഇയറിംഗ് സെറ്റ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഞങ്ങൾ പിന്നീട് കുറച്ച് നേരം സ്ട്രാറ്റ്ഫോർഡ് ഏരിയയിൽ കൂടെയൊക്കെ നടന്നു കേട്ടോ. ഈ മാളിൻ്റെ പുറത്ത് അവിടെ കുറേ വീടുകളൊക്കെ ഉള്ള ഏരിയാസൊക്കെ ഉണ്ട്. അതിൽ കൂടെയൊക്കെ നടന്ന് അവിടെ കുറേ നേരം ഇരുന്ന് അത്യാവശ്യം ലേറ്റായി. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു, 7:30 8 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. ആ സമയത്താണ് ഞങ്ങൾ തിരിച്ച് പോരാനായിട്ട് റെഡി ആയത്. ഞങ്ങളിത് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് സ്ട്രാറ്റ്ഫോർഡ് ടൗണിൽ കൂടെ ഒന്ന് നടന്നു. ജസ്റ്റ് ഒരു സിമ്പിൾ വാക്ക് നടന്നപ്പോൾ ഞാൻ അധികം വീഡിയോ കാര്യമായിട്ടൊന്നും എടുത്തില്ല, വെറുതെ ഒന്ന് നടന്നതാണ് റിലാക്സേഷന് വേണ്ടിയിട്ട്. ഞാനിവിടെയാണ് ആദ്യം താമസിച്ചിരുന്നത്. അപ്പം എനിക്ക് അതുകൊണ്ട് ഈ സ്ട്രാറ്റ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്തിനോട് എനിക്കൊരു ഇഷ്ടമാണ്. ഞാൻ അതിൽ നിന്ന് അക്കോമഡേഷൻ നല്ലതായിരുന്നില്ല. ഞാനിപ്പോൾ ലിഡിൽ നിന്ന് ക്രോസോണും ഡോനറ്റും മേടിച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക് കഴിക്കാൻ. ഇന്നത് വീട്ടിലെത്തിയിട്ടേ കഴിക്കുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ഇനി നമ്മൾ തിരിച്ചു പോവാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഐ എം കൺക്ലൂഡിങ് മൈ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.